മലയാളികൾക്ക് ഏറെ സുപരിചിതരായ താരങ്ങളാണ് ദിവ്യയും ക്രിസും. ദിവ്യയും ക്രിസിനെയും കൂടുതലായിട്ട് അറിഞ്ഞത് ഇവരുടെ വിവാഹത്തോടെയാണ്. ഈ ഒരു പ്രായത്തിൽ വിവാഹം കഴിക്കുമോ, മുത്തശ്ശനാണോ കൈപിടിച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളോടെയാണ് ഗുരുവായൂർ അമ്പലത്തിൽ ദിവ്യയുടെയും ക്രിസിന്റെയും വിവാഹം നടന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇവർ ഒന്നാം വിവാഹം വാർഷികം ആഘോഷിക്കുകയും ചെയ്തു. ഇപ്പോൾ രണ്ടാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ തങ്ങളുടെ കുടുംബത്തിലേക്ക് പുതിയൊരു വിശേഷം ഉണ്ട് എന്ന് അറിയിക്കുകയാണ് ദിവ്യയും ക്രിസും. വിവാഹിതരായ ദിവസം മുതൽ വിമർശനങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങുന്നവരാണ് ദിവ്യ ശ്രീധറും ക്രിസ് വേണുഗോപാലും. രണ്ട് മക്കൾക്കൊപ്പം സന്തുഷ്ടമായി ജീവിക്കുമ്പോഴും സോഷ്യൽ മീഡിയ വഴിയുള്ള ആക്രമണങ്ങൾ ഇരുവർക്കും നേരെ തുടരുകയാണ്. പലപ്പോഴും ഇരുവരും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുമുണ്ട്. ഇപ്പോഴിതാ മകളുടെ മുന്നിൽ വെച്ച് റൊമാൻറ്റിക് റീൽസ് ചെയ്തുവെന്ന് പറഞ്ഞ് വിമർശിച്ചവർക്കും ഗർഭിണിയാണെന്ന് പറയുന്നവർക്കും ദിവ്യ മറുപടി നൽകുകയാണ്. ചെയ്യുന്ന രീതിയിൽ എനിക്കതൊന്ന് ചെയ്തിട്ട് ഏട്ടനൊരു സർപ്രൈസ് കൊടുക്കണം എന്ന് വിചാരിച്ചു. That was a gift for him, അല്ലേ? ഗിഫ്റ്റ് കൊടുക്കണം ഞാൻ വിചാരിച്ചു. ബാക്കിയുള്ളവർ കാണേണ്ട കാര്യമല്ല. അപ്പൊ ഞാൻ ഭഗവാന്റെ മുന്നിൽ ഞങ്ങൾ സമർപ്പിച്ചതാണ്. ഞാൻ ഇത്രയും വിചാരിച്ചില്ലേ ചേച്ചി. ഞാൻ വിചാരിച്ചത് ഏട്ടനോട് പറയാതെ കണ്ട് സത്യം ആ സോങ് കേട്ടപ്പോ അറിയാം, ഞാൻ എത്രയോ പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട്. ആ പാട്ട് കേട്ടപ്പോഴും ഏട്ടന്റെ സ്റ്റോറി അറിഞ്ഞപ്പോഴും ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏട്ടന്റെ ഓരോ പാട്ട് പാടിയത് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന കാര്യം മക്കൾക്കും ഇഷ്ടമാണ് അത് പാട്ട് കേൾക്കാൻ. നന്ദു മോൻ ആ പാട്ട് വെച്ചോണ്ടിരിക്കും. ഒരുപാട് സോങ് ഇങ്ങനെ വെച്ചിട്ട് പറയും അപ്പൊ പാവല്ലമ്മ, അപ്പൊ എന്റെ മുഖം നോക്കിയമ്മ ഇങ്ങനെ പറയും. അപ്പൊ എനിക്കിങ്ങനെ അതെങ്ങനെയെങ്കിലും ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കണല്ലോ. എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല. അപ്പൊ ഞാനിങ്ങനെ ചേച്ചിയുടെ മോളോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഉണ്ട്, എനിക്കൊന്ന് പാട്ട് ഇതിന് എനിക്ക് ഡാൻസ് പഠിപ്പിച്ചു തരുമോ, വീഡിയോ കോൾ വിളിച്ചിട്ട്. അപ്പൊ അവക്ക് സമയമില്ല. മോളോട് പറഞ്ഞപ്പോ മോക്കും പറ്റുന്നില്ല. പിന്നെ ലാസ്റ്റ് രണ്ടും കെട്ട് ഞാൻ പറഞ്ഞു ഏട്ടാ എനിക്ക് അതൊന്ന് ഡാൻസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഏട്ടൻ തന്നെയാണ് രജനി ടീച്ചറുടെ അടുത്ത് എന്നെ ആക്കിയതും. ഞാൻ ഇങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് കയ്യും കാലമൊക്കെ വേറെ, ഇതൊന്നും ശരീരമൊന്നും വഴങ്ങുന്നില്ല. ചേച്ചി ചെയ്ത് ശീലമില്ലല്ലോ. വരുന്നില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്, ഇപ്പൊ മോഹിനിയാട്ടം ഒരു ക്ലാസിക്കൽ ഡാൻസ് പെർഫോമൻസിന്റെ ലെവലിലേക്ക് അത് ഉയർന്നില്ല എന്നുള്ളത് സത്യം. പക്ഷേ അത് മോഹിനിയാട്ടം അല്ല. ഇപ്പൊ നമുക്ക് അറിയാലോ, ഇപ്പൊ കൈ ഇപ്പം ഇങ്ങനെ വെച്ചാൽ ഞാൻ ഇത് ഇങ്ങനെയാണോ വെക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എത്ര പഠിപ്പിച്ചു തന്നാലും എന്റെ തലയിൽ അത് കയറണമെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. എനിക്ക് അറിയില്ല. ഞാനത് എല്ലാവരോടും പറഞ്ഞു എനിക്ക് അറിയില്ല. കൈ ഇപ്പൊ ഇവിടെ വെക്കണോ, ഇവിടെ വെക്കണം എന്ന് പറഞ്ഞാലും കളിക്കുമ്പോ എന്റെ കൈ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. അത് അറിയാത്തത് കൊണ്ടാണ്. പക്ഷെ ഞാൻ അതേയല്ല എന്റെ ഏട്ടന് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഗുരുവായൂരപ്പൻ തന്നതാണ് ലൈഫ് എന്ന് പറഞ്ഞത്. ഇത്രയും പ്രശ്നങ്ങൾ സ്ട്രഗിൾ ചെയ്തപ്പോഴും ഒരാളും നല്ലൊരു വ്യക്തി പോലും എന്റെ ജീവിതത്തിൽ എനിക്കൊരു ലൈഫ് തരാമെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാരും എന്തിനായിരിക്കും വരുന്നത് അല്ലേ? പണം കണ്ടിട്ടോ അല്ലെങ്കിൽ ശരീരം കണ്ടിട്ടോ ആയിരിക്കും വരുന്നത്. പക്ഷെ ആത്മാർത്ഥമായിട്ട് കുടുംബജീവിതം എനിക്ക് മെയിനായിട്ട് എൻ്റെ മക്കളാണ്. ഞാൻ എപ്പോഴും പറഞ്ഞതാണ് മക്കള് സേഫ് ആവണം. അവർക്ക് എനിക്കൊരു ഐഡന്റിറ്റി വേണം. അല്ലാണ്ട് എത്രയോ പേര് കല്യാണം കഴിക്കുന്നതിന് മുന്നേ പറഞ്ഞിട്ട് എന്തിനാ കല്യാണം കഴിക്കുന്നത്, 2 കുട്ടികളായില്ലേ എന്നാണ് ഇങ്ങനെ ലിവിങ് ടുഗദറായി നിന്നാ പോലെ. അതൊരിക്കലും എനിക്ക് ശാശ്വതമല്ല. ഇതെന്താ ടെസ്റ്റ് ചെയ്തിട്ട് വിടാൻ വേണ്ടിയിട്ടുള്ള സംഭവമൊന്നും അല്ലല്ലോ. എനിക്കൊരു ലൈഫ് വേണം. കാരണം എനിക്കൊരു ഐഡന്റിറ്റി വേണം. ഇതെന്റെ ഭർത്താവാണ്, 4 ആൾ അറിയണം നമുക്കിങ്ങനെ ഫാമിലി ഉണ്ട്. അല്ലാണ്ട് ഞാനിങ്ങനെ കൊണ്ടുപോകാൻ എനിക്ക് ഒരു കാര്യമില്ല. നാളെ പിറ്റേന്ന് മോള് കല്യാണം കഴിക്കുമ്പോ ഇതാര് എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റണേ ചേച്ചി അല്ലേ? വളരെ ക്ലിയർ ആയിട്ടുള്ള സ്റ്റാൻഡാണത്. ഇതിന് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ദിവ്യ ഒരു കാര്യം മനസ്സിലാക്കും. നമ്മുടെ നാട്ടില് ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ പോലും പറയാത്ത എന്തിനാണ് കല്യാണം കഴിക്കുന്നത്, വളരെ സെൻസിബിൾ ആണത്. എന്തിനാ കല്യാണം കഴിക്കുന്നത് ചോദിക്കുന്നത്. കല്യാണം കഴിയാത്ത ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം, നമുക്കത് പറ്റൂല. എനിക്ക് 2 കുട്ടികളാണ്. എനിക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ കളിക്കാൻ വേണ്ടി ഇല്ല. ഇനി ലൈഫ് ഇല്ല ചേച്ചി, തീർന്നു. നല്ലൊരു ലൈഫ് കംപ്ലീറ്റ് എന്റെ തീർന്നു അല്ലെ? ഞാൻ പറയുന്നത് അങ്ങനെയല്ല, പേടിച്ചിരുന്നു അങ്ങനെ. ഞാൻ പറഞ്ഞങ്ങനെയല്ല. ഞാൻ നല്ലൊരു ലൈഫ് ആഗ്രഹിച്ചിട്ട് അതെനിക്ക് കിട്ടിയില്ല. ഞാൻ എപ്പോഴും പറഞ്ഞു ഒരു 32 വയസ്സ് ആ സമയത്താണ് ഞാൻ ഈ വേണ്ടാന്ന് വെക്കുന്നത്. അത്രപോലെ എനിക്ക് ആ ലൈഫ് മൊത്തം പോയി. എനിക്കൊരു നല്ല ലൈഫ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വരുന്നു, ഞാൻ കഷ്ടപ്പെടുന്നു. അപ്പോഴും മക്കളെ കുറിച്ച് ഓർത്തിട്ടാണ് എനിക്ക് ടെൻഷൻ. വീടില്ല, വാടക കൊടുക്കണം, അതടക്കണം, ഇതടക്കണം. കിട്ടുന്ന ചിലപ്പോ ഒരു മാസം വർക്കേ ഉണ്ടാവൂല, 2 മാസം ഉണ്ടാവൂല. ഈ സമയത്ത് ഞാൻ പറയുന്നത് എനിക്ക് എന്നെ ബിന്ദു അമ്മ പത്തനംതിട്ടയിലിപ്പം ഏട്ടന്റെ വൈഫായിട്ട് ചെയ്യുന്ന ബിന്ദു അമ്മയാണ്. അത് ഞാൻ വന്ന് ചേച്ചി ഉണ്ട് ആ സമയത്ത് ഷൂട്ട് ചെയ്യുമ്പോ 8000 രൂപയാന്ന് തോന്നുന്നു അമ്മ എനിക്ക് ബിന്ദുമ്മ എനിക്ക് തന്നത്. കൊടുക്കാൻ പോലും എനിക്ക് പറ്റില്ല. 2000 അങ്ങനെ ഞാൻ ചില്ലറാക്കിയിട്ട് പെൻഡിങ് വെച്ചിട്ടാണ് അന്ന് ഞാൻ കൊടുത്തു തീർത്തത്. എനിക്ക് ഞങ്ങള് പത്രമാറ്റ് ഓഫ് ഷൂട്ട് ടൈം ഉണ്ടല്ലോ, അപ്പോൾ കൂടുതലും പറയുമ്പോൾ
ഞാനൊരു മൂത്ത മകനെ പോലെ, കാരണം ബിന്ദുമയുടെ മകനേക്കാളും 1 വയസ്സ് വ്യത്യാസമാണ് എനിക്കുള്ളത്. ഞാൻ അമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പൊ രാവിലെ അമ്മ എന്ന് വിളിച്ച് ഞാൻ പോയില്ല എന്നുണ്ടെങ്കിൽ ദേഷ്യം വരും. ഓ, നീ നേരത്തെ വേറെ എവിടെയോ പോയോ എന്ന് പറഞ്ഞ് അങ്ങനെ ദേഷ്യം കാണിക്കുന്ന കൊച്ചുകുട്ടികളുടെ സ്വഭാവം. എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, കൃഷ്ണ അവരിങ്ങനെ പറ്റിച്ചു, കൃഷ്ണ ഇവരിങ്ങനെ പറ്റിച്ചു. ഇങ്ങനെ പറയുമ്പോ ആ പറയുന്ന ഒരാളുടെ വായിന്ന് അവൾ പാവമാണ്, അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കണം എന്ന് ദിവ്യയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ അമ്മ എന്നോട് പറയുന്ന പോലെ അല്ലേ ഞാൻ കാണും. തീർച്ചയായിട്ടും. അപ്പൊ അത് അത്രത്തോളം വിശ്വാസവും സ്നേഹവും ഉള്ളത് കൊണ്ടാണ്. അന്വേഷിച്ച് നമുക്ക് പെൻഡിങ് ആവുമല്ലോ, പൈസ നമുക്ക് പേയ്മെന്റ് ഒക്കെ കിട്ടാൻ ലേറ്റ് ആവും, അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു ആ സെറ്റിൽ അല്ലെ. അപ്പോഴാണ് എനിക്ക് ടെൻഷൻ ഇങ്ങനെ, അപ്പോഴാണ് ബിന്ദു എനിക്ക് തന്നത് ആ പൈസ. ഒരിക്കലും ഞാൻ മറക്കൂല അത്. അതുപോലെ തന്നെ ദിവ്യ, എനിക്ക് തോന്നുന്നു ആ സമയത്ത് ബ്യൂട്ടീഷ്യൻ ബ്രൈഡലിനൊക്കെ പോവും അങ്ങനെയൊക്കെ. പിന്നെ പെയിൻ ഗസ്റ്റുകളെ നിർത്തിച്ചു. കാരണം പെയിൻ ഗസ്റ്റുകൾ നിർത്തിക്കാൻ കാരണം എന്ന് വെച്ചാൽ മക്കൾക്ക് ആളാവണം. ഞാൻ ലേറ്റായിട്ട് വീട്ടിലെത്തിയാലും മക്കൾക്ക് കുട്ടികളുണ്ടല്ലോ, ഈ ചേച്ചിമാരി എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെയായിരുന്നു ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നത് പ്രിൻസി എന്ന് പറഞ്ഞ കുട്ടീനെ കുറിച്ചാണ്. പ്രിൻസി, മേഘ, ഇവരെ കുട്ടിയുടെ പേര് പെട്ടെന്ന് മറന്നു വരാം. അപ്പൊ ഈ പ്രിൻസി എന്ന് പറഞ്ഞ കുട്ടി അത്ര ഇവരെ അങ്ങനെയായിരുന്നു ചേച്ചി. ഞാൻ വീട്ടിൽ പോയി നിൽക്കും, അവള് വന്ന് നിൽക്കും, അമ്മേന്ന് വിളിക്കും. ആ ഒരു തന്നെയായിരുന്നു മക്കൾക്ക് അത്ര. അതുകൊണ്ട് ഞാൻ ഒരു 4 കുട്ടികളെ പെയിൻ ഗസ്റ്റ് ആയിട്ട് നിർത്തി. അവര് തരുമല്ലോ ചേച്ചി, നമുക്ക് വർക്കില്ലെങ്കിലും നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ. നമ്മൾ ഉണ്ടാക്കുന്നതിൽ കുറച്ച് അധികം ഉണ്ടാക്കണം. അവർക്ക് നമ്മളെ വീട് പോലെ തന്നെ അവർക്ക് എടുത്ത് കഴിക്കാം. അത് എനിക്ക് ആശ്വാസമാണ്. ഞാൻ ഷൂട്ടിനും പോയിട്ട് വരുമ്പം എൻ്റെ മക്കൾക്ക് വീട്ടിൽ ആളുണ്ട്, കൂടെ പുറപ്പുകളെ പോലെ ആളുണ്ട്, 2 വാക്ക് പറഞ്ഞു കൊടുക്കാൻ അതിന് ആളുണ്ട്. പക്ഷെ അവരൊക്കെ വലിയ പഠിക്കുന്ന മക്കളാ, എനിക്കതില്ല. പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഇല്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞത്, ഞാൻ നന്ദു എനിക്ക് പറഞ്ഞു കൊടുക്കാനോ അതിനുള്ള വിദ്യാഭ്യാസം ഇല്ല. അപ്പൊ മറ്റുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഇംഗ്ലീഷും അത് ഇതെല്ലാം പഠിക്കുമ്പോൾ എനിക്ക് വിഷമാണ്. ഞാനിങ്ങനെ ആയതുകൊണ്ടല്ലേ എൻ്റെ മക്കൾ ഇങ്ങനെ ആയത്. ദിവ്യ കരയരുത്, കരയരുത് ദിവ്യ. ദിവ്യ ഭാഗ്യവതിയാണ്. അത്രയും വേദനകൾ അനുഭവിച്ചിട്ട് അവസാനം ദിവ്യക്ക് ഗുരുവായൂരപ്പൻ വിളിക്കുന്ന ആ ഭഗവാൻ തന്നെയാണ് ഇത്രയും നല്ലൊരു ജീവിതം തന്നത്. ഇനി കരയരുത്, ദയവ് ചെയ്ത് ഇനി കരയരുത്. അതില് ഞാൻ ലെറ്റ് മീ ആഡ് സംതിങ്. നമുക്ക് തിരുക്കുറലില് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഈன்ற പൊഴുതൻ പെരുതുവക്കം തൻ മകൻ സാൻറോൺ എന്ന് കേട്ടതായി. ഒരു അമ്മയ്ക്ക് കുഞ്ഞ് ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിനേക്കാൾ വലുത് ആ മകൻ അല്ലെങ്കിൽ ആ മകൾ നല്ലവനാണ്, നല്ലവളാണെന്ന് മറ്റുള്ളവർ പറയുമ്പോഴാണ്. തീർച്ചയായും. അപ്പോ അതില് എന്റെ മക്കൾ അങ്ങനെ വളർന്ന് കുഞ്ഞുമോക്ക് നല്ല പേര് എടുത്തു കൊടുക്കും എന്ന് എനിക്ക് തീർച്ചയുണ്ട്. കാരണം അത്രത്തോളം ജീവിതത്തിൽ കുഞ്ഞുമോൾ അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോഴും ഞാൻ ദേവിയോട്, മോനോട് ഞാൻ ചോദിക്കാറുണ്ട്, നീ ഇപ്പോൾ ഈ ചെലവാക്കിയത് എത്ര ആണെന്ന് അറിയാമോ? ഇപ്പൊ ഇത്ര പാക്കറ്റ് പാല്, അതായത് ഇത്ര ദിവസം പാല് വീട്ടിൽ വാങ്ങിക്കുന്ന അത്രയുമാണ് ഇത് ചെലവായി പോയത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ മേ ബി ഹീസ് ഗെറ്റിംഗ് ടു അണ്ടർസ്റ്റാൻഡ് എനിക്ക് ഈ അമ്മ എന്താണ് എന്ന് അവർ മനസ്സിലാക്കണം. പലപ്പോഴും ഇക്കാലത്തെ കുട്ടികൾക്ക് അമ്മമാരെന്ന് പറയുന്നത് അവർക്കൊരു ഇറ്റ്സ് മോർ ലൈക്ക് എ പിൻകുഷൻ. അവരുടെ ദേഹത്ത് വരുന്ന സൂചിനെ കുത്തി മാറ്റാനുള്ള ഒരു പിൻകുഷൻ മാത്രമായി പോകുന്നു അമ്മമാര്. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഈன்ற പൊഴുതിൻ പെരുതുവക്കം തൻ മകൻ സാൻറോൺ എന്ന് കേട്ടതായി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ജനിച്ചപ്പോൾ ഉണ്ടായ സന്തോഷത്തിനേക്കാൾ കൂടുതൽ ഏത് ഗുരുവായൂരപ്പന്റെ മുന്നിലാണോ ഞാൻ എന്നെ പ്രഗ്നന്റ് ആണെന്ന് അമ്മയെ അറിയാതെ ചെന്ന് പ്രാർത്ഥിച്ച ആ സമയത്ത്, അങ്ങനെയാണ് എനിക്ക് കൃഷ്ണൻ എന്ന് പേരിടുന്നത്. ഗുരുവായൂർ വെച്ചിട്ടാണ് അമ്മ അറിയുന്നത്. അപ്പൊ ആ സന്തോഷം എൻ്റെ മകള് കൃഷ്ണനായിട്ട് ഇന്നലെ കളിച്ച ഡാൻസ്, കുഞ്ഞുമോൾ ഇന്നലെ കളിച്ച ഡാൻസ്, അത് കണ്ട് അമ്മയ്ക്ക് പണ്ട് ഡാൻസ് കളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അമ്മ പണ്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് ചെലങ്ക വാങ്ങിച്ചു. ഞാനത് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. എനിക്ക് ലൈഫിൽ ഒരു ഫുൾ സർക്കിൾ വരണം എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരു ഗുരുസ്ഥാനത്ത് നിന്ന് ചെലങ്ക എടുത്ത് കൊടുക്കാനുള്ള ഒരു അവസരം അത് എൻ്റെ കുഞ്ഞുമോളും മോളും സാധിച്ചു. അത് കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യത്തില് നമ്മൾ എല്ലാരും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് അതിലെടുത്ത്. അതേപോലെ കുഞ്ഞുമോക്ക് എന്താ കുടിക്കാൻ വേണ്ട ജ്യൂസ് വേണം എന്ന് പറഞ്ഞ് ജ്യൂസ് വാങ്ങിച്ച് വരുന്ന സമയത്ത് ഒരു ബോട്ടിൽ റോസ് മിൽക്ക് വാങ്ങിച്ചു കൊടുത്തു. കാരണം അമ്മ പണ്ട് ഹോട്ടലിൽ വന്നിട്ട് റോസ് മിൽക്ക് കുടിക്കാമായിരുന്നു പറഞ്ഞ് കരഞ്ഞൊരു കഥ ഞാൻ എഴുതിയിട്ടുണ്ട് ഒരു ബുക്കിൽ. അപ്പോ എനിക്ക് ദീസ് മൂമെന്റ്സ് ആർ വെരി സ്പെഷ്യൽ ടു മീ. കുഞ്ഞുമോൾ എനിക്ക് തരുന്നത് എന്താണെന്ന് കുഞ്ഞുമോൾക്ക് അറിയില്ല. കാരണം ഞാൻ ഒരു ആയുഷ്കാലം മുഴുവനും ഞാൻ ലോകം മുഴുവനും എല്ലാവരുടെടുത്തും എല്ലാ ഋഷിമാരുടെ അടുത്തും സന്യാസിമാരുടെ അടുത്തും തെണ്ടിയാലും കിട്ടാത്ത സന്തോഷം ചുമ്മാ ഇങ്ങനെ ഒരു പ്ലാറ്റർ വെച്ച് തരികയാണ് കുഞ്ഞുമോൾ. അപ്പൊ അത് എന്താണെന്നുള്ളത് മേ ബി ഷി വിൽ അണ്ടർസ്റ്റാൻഡ് ലേറ്റർ. അതിനപ്പുറത്തേക്ക് എനിക്ക് വേറെ കിട്ടാനൊന്നുമില്ല, ഒന്നും കിട്ടാനില്ല. ക്രിസ് എല്ലാം ഉണ്ടായിട്ടും ഒന്നും ഇല്ലാത്ത പോലെ ജീവിച്ചിരുന്ന ആളായിരുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് തന്നെ
ഈ ബാക്കി കുഞ്ഞുമോളെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ എന്നെ ദ്രോഹിക്കാനോ സമയം കണ്ടെത്തിയ ആ മഹത് വ്യക്തികൾ, ഞങ്ങളുടെ ജീവിതം പഠിപ്പിച്ച ആൾക്കാർ, അവരുടെ ലൈഫിലൊന്നും ആലോചിച്ചു അവരോട് ഗ്രേറ്റ്ഫുൾ ആയിരിക്കണ്ടേ ക്രിസ്? സത്യം, അവരെന്റെ ഗുരുക്കന്മാരാണ്. ഈന്ദ്ര പൊഴുതൻ പെരുത്തുവക്കം തൻ മകൻ സാൻഡ്രൂൺ എന്ന് കേട്ടത് ഞങ്ങളുടെ വായിൽ നിന്ന് പറയുന്ന ഞങ്ങൾ അനുഭവിച്ച കഷ്ടങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ അച്ഛനമ്മമാർക്ക് അത് മാനക്കേടാണ്. അവർ ചെയ്തത് തെറ്റാണ്. അവരുടെ കാർമിക് സൈക്കിൾ ആലോചിക്കുമ്പോൾ എനിക്ക് അവരുടെ വിഷമം തോന്നും. കാരണം അവരിനി എത്രത്തോളം കഷ്ടപ്പെടാൻ പോകുന്നു എന്ന് അവർക്ക് അറിയില്ല. തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ കാരണം അത്രത്തോളം വിഷമിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരെയും, ഞങ്ങളുടെ മക്കളെയും. എന്റെ മോക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ഞാൻ പെടഞ്ഞ് ഞാൻ അവിടെ എത്തുമ്പോൾ അവിടെ ആ കുഞ്ഞ് ആഗ്രഹിക്കുന്ന ആകെ ഒരു കാര്യമുള്ളൂ, ഞങ്ങൾ രണ്ടുപേരും അടുത്തുണ്ടാവണം, കൈ സുരക്ഷിതത്വം. എന്റെ മോന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ സൂചി കാണുമ്പോൾ പേടി വരുമ്പോൾ വിളിക്കുന്ന എന്നെയാണ്. അപ്പാ ഞാൻ ഈ വഴക്ക് പറയണ ഞാനാണ്. ഞാൻ എന്റെ മോനെ വഴക്ക് പറയുന്ന സ്നേഹം കൊണ്ട് വഴക്ക് പറയണതാ. പക്ഷെ അവന് സൂചി കണ്ട് പേടിക്കുമ്പോൾ എന്നെ തന്നെയാ വിളിക്കുക. അപ്പൊ ഞാൻ പറയടാ ഇത് എന്തോന്ന് പോവാൻ എന്ന് ചിരിച്ചു കളയുമ്പോൾ ഹിൽ ബി ഓക്കെ. അപ്പൊ എവിടെയോ എനിക്ക് കിട്ടുന്ന ഈ സന്തോഷം. അച്ഛൻ ഹീസ് ഓൾമോസ്റ്റ് ഇപ്പൊ 86 അമ്മ 74. അപ്പൊ ആ പ്രായത്തില് അവര് രാത്രി 10 മണി വരെ ആ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നിന്ന് പ്രോഗ്രാം കണ്ടിട്ട് ഞങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ ലൈഫ് ഫുള്ളായി. അമ്മ പണ്ട് ഡാൻസ് കളിക്കണം എന്ന് ആഗ്രഹിച്ച അമ്മയുടെ